ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയെ ഇറക്കി വിട്ടതിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലും എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി രവിയേട്ടനോട് പറയുന്നത്, അവൾ ഈ വീട്ടിൽ വലതുകാൽ വെച്ച് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ രവിയേട്ടൻ പറയുന്നത്, ശ്രുതി കാണിച്ചത് തെറ്റൊക്കെ തന്നെയാ. കള്ളം പറഞ്ഞു, ചതിച്ചു. ആ തെറ്റിന് നമുക്ക് എന്തു ശിക്ഷ വേണേലും കൊടുക്കാം. പക്ഷെ കാശുകാരി അല്ലാത്ത കാരണം കൊണ്ട് അവളെ പുറത്താക്കിയത് ശരിയായില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് മുകളിൽ നിന്നും ചന്ദ്രമതി താഴേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾ എന്താ ഇത് പറയാത്തേന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. ആ കള്ളിയോട് സിമ്പതി തോന്നി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ആരും നോക്കണ്ട. അങ്ങനെ എങ്ങാനും ചെയ്താ ഇവിടെ ചോരപ്പുഴ ഒഴുകും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സുധിയാണെങ്കിൽ വിഷമിച്ച് റൂമിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് സച്ചി പതുക്കെ അടുത്തേക്ക് വരുന്നു. അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന് ഞാൻ കരുതിയില്ലടാ എന്ന് സച്ചിയോട് പറയുമ്പോൾ സച്ചി, എന്താടാ ഇത്, കരയാതെ എണീക്ക്, നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. ദേ, ആരില്ലേലും ഞാനില്ലേടാ നിന്റെ കൂടെ, നീ വിഷമിക്കാതിരിക്കെ, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. സുധി പൊട്ടിക്കരയുന്നു. സച്ചി സുധിയെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരു യഥാർത്ഥ കൂടപ്പിറപ്പിന്റെ ബന്ധം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ശ്രുതിയില്ലാത്ത ഒരു ജീവിതമാണോ സുധിക്ക്, അതോ ശ്രുതി വേറെ എന്തെങ്കിലും ഉഡായിപ്പുമായി അകത്തേക്ക് കയറുമോ എന്നറിയില്ല. കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രൊമോ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.